നാം പലപ്പോഴും ആഗ്രഹിക്കുന്നത് കഷ്ടപ്പാടുകളില്ലാത്ത സുഖകരമായ ഒരു ജീവിതമാണ്. എന്നാൽ യഥാർത്ഥ വ്യക്തിത്വം രൂപപ്പെടുന്നത് കൊടുങ്കാറ്റുകളിലാണ്. ബൈബിൾ പ്രകാരം പറയുന്നു, റോമാലേഖനം 5-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. സ്വർണം തീയിൽ ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ നമ്മുടെ ഉള്ളിലെ കരുത്ത് പുറത്തു വരുന്നത് നാം നേരിടുന്ന അഗ്നി പരീക്ഷണങ്ങളിലൂടെയാണ്. ഉരസലുകളില്ലാതെ ഒരു രത്നം മിനുക്കിയെടുക്കാൻ കഴിയില്ല. അതുപോലെ പരീക്ഷണങ്ങളില്ലാതെ ഒരു മനുഷ്യനെ പൂർണ്ണനാക്കാൻ കഴിയില്ല. മെഴുകിനെ ഉരുക്കുന്ന അതേ തീ തന്നെയാണ് ഉരുക്കിനെ ബലപ്പെടുത്തുന്നത്. നിങ്ങളുടെ പ്രതിസന്ധികൾ നിങ്ങളെ തകർക്കാനോ അതോ ബലപ്പെടുത്താനോ എന്നത് നിങ്ങളുടെ മനോഭാവത്തെ ആശ്രയിച്ചിരിക്കും. ജീവിതത്തിലെ കഠിനമായ അനുഭവങ്ങൾ നമ്മെ തളർത്താനല്ല, മറിച്ച് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് കൂടുതൽ കരുത്തോടെ കുതിക്കാൻ നമ്മെ പ്രാപ്തരാക്കാനായി വരുന്നതാണ്. എന്റെ ഉപദേശം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ കണ്ട് ഭയന്ന് പിന്തിരിയരുത്. അവ നിങ്ങളെ തകർക്കാനുള്ള ആയുധങ്ങളല്ല, മറിച്ച് നിങ്ങളെ രൂപപ്പെടുത്താനുള്ള ദൈവത്തിന്റെ ഉപകരണങ്ങളാണ്. ഓരോ പരീക്ഷണത്തെയും നിങ്ങളുടെ സ്വഭാവത്തെ കൂടുതൽ തിളക്കമുള്ളതാക്കാനുള്ള അവസരമായി കാണുക. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്കാവുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.